നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയനെ തള്ളിക്കളഞ്ഞ് എം.വി. ഗോവിന്ദന്റെ പ്രസ്താവനകൾ. കിഫ്ബി റോഡുകൾ വഴി ടോള് പിരിച്ച് കീശയിൽ 4 കാശ് എത്തിക്കാൻ പിണറായി കുതന്ത്രം പയറ്റി മുൻപോട്ട് പോകുമ്പോൾ അതിനെ പാടെ തകർത്തെറിയുകയാണ് ഇപ്പോൾ എം.വി. ഗോവിന്ദൻ. കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തിയാൽ അത് ജനങ്ങൾ പാർട്ടിക്കെതിരെ തിരിയുന്നതിന് വഴിവെക്കും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് CPM-ന് കനത്ത തിരിച്ചടി ഉണ്ടാക്കും. ഈ ബോധ്യമുള്ളതുകൊണ്ട് ഈ പദ്ധതിയെ പൂർണ്ണമായും പടിക്ക് പുറത്താക്കാനാണ് എം.വി. ഗോവിന്ദനും ഒരു പറ്റം നേതാക്കളും ശ്രമിക്കുന്നത്. ഈ വിഷയത്തിൽ വീണ്ടും പാർട്ടിയിൽ ചർച്ചകൾ ഉണ്ടായാൽ പിണറായിയും എം.വി. ഗോവിന്ദനും നേർക്കുനേർ ഇടയുന്ന സ്ഥിതിയുണ്ടാകും. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. പിണറായി പോയി പണി നോക്ക് എന്ന തരത്തിൽ സംസാരിച്ചിരിക്കുകയാണ് എം.വി. ഗോവിന്ദൻ. കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ഇടതുമുന്നണിയിൽ വിശദമായ ചർച്ചയോ തീരുമാനമോ ഉണ്ടായിട്ടില്ല എന്നാണ് എം.വി. ഗോവിന്ദൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടോളിനോട് പൊതുവെ അനുകൂല സമീപനം ഇടതുപക്ഷത്തിനില്ല. മുന്നണിയിൽ ഇക്കാര്യം ഇനി ചർച്ച ചെയ്യേണ്ടതില്ല എന്ന ഇടതുമുന്നണി കൺവീനറുടെ വാദവും CPM സംസ്ഥാന സെക്രട്ടറി തള്ളിയിട്ടുണ്ട്. കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള സർക്കാർ നീക്കത്തിൽ പാർട്ടി സെക്രട്ടറിയും ഇടതുമുന്നണി കൺവീനറും പ്രത്യക്ഷമായി ഇരുപക്ഷത്താണ്. ഇടതുമുന്നണിയിൽ കിഫ്ബി റോഡ് ടോൾ പരാമർശിച്ചിട്ടുണ്ടെന്നും ഇനി ചർച്ചയുടെ ആവശ്യമില്ല എന്നുമാണ് കൺവീനർ പറയുമ്പോൾ ടോൾ ഇടത് നയമേ അല്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് പാർട്ടി സെക്രട്ടറി. കിഫ്ബി ഒരു പ്രത്യേക പദ്ധതിയാണ്. 90,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. കടം വീട്ടിത്തീർക്കാൻ കിഫ്ബിക്ക് കൃത്യമായ പദ്ധതികൾ വേണമെന്നും അത് ചർച്ച ചെയ്ത് നടപ്പാക്കുമെന്നുമാണ് CPM പറയുന്നത്. നയപരമായ നിലപാട് മാറ്റമായിട്ടും വിശദമായ ചർച്ച മുന്നണി യോഗത്തിൽ നടക്കാത്തതിൽ ഘടകകക്ഷികൾക്കും മുറുമുറുപ്പുണ്ട്. ഇതിനിടെ പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല അനുമതിയിൽ സർക്കാർ മുന്നോട്ട് തന്നെയാണെന്നും എം.വി. ഗോവിന്ദൻ പറയുന്നു. മദ്യനിർമ്മാണശാലയ്ക്കുള്ള നിർമ്മാണ അനുമതിയിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ എതിർപ്പ് CPI എതിർപ്പായി കാണുന്നില്ല എന്നാണ് എം.വി. ഗോവിന്ദൻ പറയുന്നത്. 4 ഏക്കറിലെ നിർമ്മാണ അനുമതി മാത്രമാണ് തടഞ്ഞത്. പദ്ധതിയിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ എതിർപ്പുണ്ടെങ്കിൽ അത് വിശദമായി ചർച്ച ചെയ്യുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. മദ്യനിർമ്മാണശാല അനുമതിയിലും ടോൾ വിവാദത്തിലും ഘടകകക്ഷി എതിർപ്പ് നിലനിൽക്കെ 19-ന് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ വിശദമായ ചർച്ച നടന്നേക്കും എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഏതായാലും ടോൾ വിഷയത്തിൽ ഇനി ചർച്ചയില്ല എന്ന് കൺവീനർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് എം.വി. ഗോവിന്ദനും എത്തുന്നു. എം.വി. ഗോവിന്ദൻ ഇതിനെ ശക്തിയുക്തം എതിർക്കുമ്പോൾ അത് പിണറായിയെ എതിർക്കുന്നതിന് തുല്യമാണ്. പിണറായിയാണ് പുതിയ വരുമാന മാർഗം ഉണ്ടാക്കുന്നതിനു വേണ്ടി ഖജനാവ് കാലിയായി നിൽക്കുമ്പോൾ പ്രതിസന്ധി വളരെ വലുതാണ്. അതുകൊണ്ട് അതിനെ മറികടക്കാൻ ജനങ്ങളെ പിഴിഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല ടോൾ നടപ്പാക്കിയേ തീരൂ എന്ന് കട്ടായം പറയുന്ന പിണറായി, എന്നാൽ അത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന പാർട്ടിയും. ഇത് മാത്രമല്ല, CPM-ന് പ്രതിസന്ധിയാകുന്ന മറ്റൊരു വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. തൃശൂർ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് ആരംഭിക്കും. രാവിലെ 9-ന് ജില്ലയിലെ മുതിർന്ന നേതാവ് NR ബാലൻ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. പാർട്ടി നേതാക്കൾ ഈ വിഷയത്തിൽ കൃത്യമായി വിമർശനങ്ങൾ, ഇടതുപക്ഷത്തിന്റെ ചില നയങ്ങളെ എതിർക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നോട്ട് പോക്ക് എന്ന് നേതാക്കൾക്ക് തന്നെ മുറുമുറുപ്പുണ്ട്. അതുകൊണ്ട് പിണറായി വിജയനെ വിമർശിക്കുന്ന പല സംഭവങ്ങളും തൃശൂർ ജില്ലയിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഉണ്ടാകും എന്നാണ് വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ കരുവന്നൂർ തട്ടിപ്പും എല്ലാം ഉയർന്നു വരും. ഇതെല്ലാം CPM-നെ പ്രതിസന്ധിയിലാക്കുന്ന ഘടകങ്ങളാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.